ഇന്നലെ ചെളിവെള്ളം നിറച്ച ഒരു കുപ്പിയുമായി പിണറായി വിജയൻ സഭയിൽ നടത്തിയ നാടകം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിനുള്ള നടപടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടും തൃപ്തിയാകാതെ സഭയിൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കാനുള്ള പിണറായിയുടെ മോഹം ചീറ്റാൻ കാരണമായത് തിരുവഞ്ചൂരിന്റെ മറുപടിയിലൂടെയായിരുന്നു. പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനകൾ PM ശ്രീക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിലാണ് ചെളിവെള്ളം നിറച്ച ജലപീരങ്കി ഉപയോഗിച്ചു എന്ന് പിണറായി വിജയൻ സഭയിൽ ആരോപിച്ചത്. അന്വേഷിച്ച റിപ്പോർട്ട് നൽകാമെന്ന ചെന്നിത്തലയുടെ മറുപടി വന്നതോടെ തിരുവഞ്ചൂർ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. ഇതിന്മേൽ ഇനി വലിയ ചർച്ചയൊന്നും വേണ്ട എന്ന തിരുവഞ്ചൂരിന്റെ കട്ടായം പറച്ചിലിന് മുന്നിൽ അന്തം വിട്ട പ്രതിപക്ഷ നിരയിൽ നിന്നും നനഞ്ഞ ഷർട്ടുമായിട്ടായിരുന്നു മുൻ മന്ത്രി K. രാജൻ എത്തിയത്. 2 തവണ ജലപീരങ്കി ഉപയോഗിച്ച ശേഷമാണ് ഉദ്ഘാടകനായി താൻ എത്തിയതെന്നും എന്നിട്ടും 3ാമതും ജലപീരങ്കി ഉപയോഗിച്ചപ്പോൾ താൻ ഉൾപ്പെടെയുള്ളവരുടെ ദേഹത്ത് ചെളിവെള്ളം തെറിക്കുകയായിരുന്നു എന്നായിരുന്നു രാജൻ സഭയിൽ പറഞ്ഞത്. അപ്പോൾ തിരുവഞ്ചൂരിന്റെ മറുപടി കേട്ട സഭയിൽ എല്ലാവരും ഒന്ന് ഞെട്ടി. അതൊക്കെ ഞങ്ങളും കുറെ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതും, ഇതൊന്നും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട എന്നായിരുന്നു മറുപടി. ചുരുക്കത്തിൽ ഈ ചെളിവെള്ളം വെച്ച സഭയിൽ വലിയ ബഹളം ഉണ്ടാക്കാമെന്ന് കരുതി പിണറായിയുടെ മുനയൊടിക്കുന്നതായിരുന്നു സ്പീക്കറിന്റെ ഈ നിലപാട്. ഇന്നലെ സഭയിൽ നടന്ന ആ രംഗങ്ങൾ ചേർക്കുന്നു, കാണാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു വിശദീകരണത്തിന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങേക്ക് ഇപ്പൊ പറയണമെങ്കിൽ ഇപ്പൊ പറയാം. ഇന്നൊരു സംഭവം നടന്നു, അത് അങ്ങയുടെയും സഭയുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം കേരളത്തിലെ AIYF-ഉം AISF-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി ഇവിടെ നടത്തിയിരുന്നു. നിയമസഭാ മാർച്ച്. ആ മാർച്ചിനെ പോലീസ് നേരിട്ടത് അവർ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. ജലപീരങ്കി സാധാരണ നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, രാവിലെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്കവെള്ളമാണ്. ഇത് നമ്മുടെ പുതിയ ആൾക്കാർക്ക് അറിയില്ല, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കുമല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങളെന്തിനാ വേവലാതിപ്പെടുന്നു? മറുപടി പറയേണ്ടവരവിടെ ഇരിക്കുന്നില്ല, അവർ പറഞ്ഞോളുമല്ലോ. ഇത് കലക്കവെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ സാർ രാവിലെ നമ്മൾ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചു എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും, പക്ഷേ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാമോ? അതാണ് പ്രശ്നം. അത് ഗൗരവമായി ഗവൺമെന്റ് കാണേണ്ട ഒരു പ്രശ്നമാണ്. എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് അത് പറയാനുള്ളത് എന്ന് അറിയുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി സാർ, ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് AIYF-ന്റെയും AISF-ന്റെയും പ്രവർത്തകർ നടത്തിയ ഒരു സമരത്തെ തുടർന്നാണ് അവിടെ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. കേരളത്തിൽ ആദ്യമായിട്ടല്ല ജലപീരങ്കി പ്രയോഗിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ്. ബാരിക്കേഡിന്റെ പുറത്തേക്ക് ആളുകൾ കയറുമ്പോൾ സ്വാഭാവികമായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട്. ജലപീരങ്കിക്കുള്ള വെള്ളമെടുക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ്. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് പോലീസ് ആ ടാങ്കറിൽ നിറയ്ക്കുന്നത്. ആ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങ് ഈ പറഞ്ഞതുപോലൊരു സംഭവം ഉണ്ടാകും. ഒന്നുകിൽ പഴയ കാലത്ത് ഈ ടാങ്കറിൽ ഉണ്ടായിരുന്ന അഴുക്കാണോ എന്നറിയില്ല. ഏതായാലും ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞതിന് ശരിയാണ്. അപ്പം ഞാനത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷണർ ഓഫ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഗവൺമെന്റിന് അങ്ങനെ ചിന്തയില്ല. വാട്ടർ അതോറിറ്റിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ ക്യാനെ നിറച്ചിട്ടാണ് ജലപീരങ്കി പ്രയോഗിക്കാറുള്ളത്. എല്ലാ കാലഘട്ടവും അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് വേറെ എങ്ങൊന്നും എടുക്കില്ല.
എന്താണ് ഈ വെള്ളത്തിൽ സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ചിട്ട് ഞാൻ ഈ സഭയ്ക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്കതിൽ ചർച്ച വേണ്ട. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചല്ലോ, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു, ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞു. ഇനി അതൊരു ചർച്ചയാക്കണ്ട. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരിട്ട് അനുഭവസ്ഥനാണ് ശ്രീ രാജൻ. അദ്ദേഹത്തിന് ഒരു മിനിറ്റ് അനുവദിക്കുന്നത് നല്ലതായിരിക്കും. അനുവദിക്കുന്നില്ല, അതൊരു ചർച്ച. പ്രതിപക്ഷ നേതാവ് നമ്മളതൊരു ചർച്ചയാക്കാനായിട്ട് അജണ്ടയിൽ ഇല്ലാത്തൊരു ഐറ്റമാണ്. സർപ്രൈസ് ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് പരിശോധിക്കാം. കേക്കോ, അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ആളല്ലേ, അങ്ങ് ഒരു മിനിറ്റ് ഒന്ന് റെസ്യൂം ചെയ്യൂ. അങ്ങ് ഒരു മിനിറ്റ് ഇരിക്കും. ഞാനത് പറഞ്ഞതിന് ശേഷം അങ്ങേക്ക് തർക്കമുണ്ട് പറയാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചു, അത് ഗൗരവത്തോടു കൂടി എടുക്കും എന്ന് ഗവൺമെന്റിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞു. ഇതിന്റെ വാലിഡിറ്റിയെക്കുറിച്ചും അതിന്റെ കണ്ടാമിനേഷനെ കുറിച്ചുമാണ് പ്രധാനപ്പെട്ട ചർച്ച വന്നത്. അത് ലാബ് ടെസ്റ്റിന് വേണ്ടി കൊടുക്കും എന്നാണ് ഇവിടെ ഗവൺമെന്റ് തന്നെ അറിയിച്ചിട്ടുള്ളത്. ആ ലാബ് ടെസ്റ്റ് വന്നതിന് ശേഷം അത് കണ്ടാമിനേറ്റഡ് ആണ് എന്ന് വരികിൽ ഫർദർ ആയിട്ടുള്ള നടപടിയിലേക്ക് നമുക്ക് അപ്പോൾ കടക്കാം. ഇപ്പോൾ ദയവായിട്ട് ഇത് റിസീവ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേക്കോ, അതല്ലല്ല, ഞാൻ അങ്ങയോട് റൂളും ചട്ടവും പറഞ്ഞിരുത്താനല്ല ശ്രമിക്കുന്നത്. കേക്കോ, ഞാൻ അങ്ങയോട് ഒരു റൂളും ചട്ടവും പറഞ്ഞിരുത്താൻ വേണ്ടി അല്ല ശ്രമിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഗവൺമെന്റ് അത് എടുക്കുകയാണ്. ഗവൺമെന്റ് അതിന്റെ ഫർദർ നടപടി എടുക്കും എന്ന് ഈ സഭയിൽ തന്നെ പറയുകയാണ്. അതിന്റെ ലാബ് ടെസ്റ്റ് വന്ന് കഴിയുമ്പോൾ ആ ലാബ് ടെസ്റ്റിന്റെ റിസൾട്ട് എന്ത് എന്നതിനെ കുറിച്ച് ഇവിടെ അറിയിക്കും. അതിന് ശേഷം എന്ത് നടപടി വേണം എന്ന് നമുക്ക് അപ്പോൾ ആലോചിക്കുകയും ചെയ്യാം. ഇനി അങ്ങേക്ക് എന്താ ഒരു സെന്റൻസ് കൊണ്ട് നിർത്തും, ഒരു വാക്ക് ബാധ്യത ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി. ഈ സഭ നടക്കുമ്പോ ഒരു സാമാജികന് നേരെ അങ്ങനെ ഒന്നുണ്ടായാൽ എന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാൻ അങ്ങ് അവസരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത്രേ ഉള്ളൂ. ഒരു ജനാധിപത്യമാണ് സാർ, ഒരു ജനാധിപത്യമാണ്. AIVF-ഉം AISF ഇന്ന് സംഘടിപ്പിച്ച നിയമസഭാ മാർച്ചിൽ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷമാണ് സാർ അതിന്റെ ഉദ്ഘാടകൻ എന്ന നിലയിൽ ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ അവിടെയുള്ള പോലീസുകാരോട് അവരെല്ലാം പിന്നെ ഏതെല്ലാം വിധത്തിൽ കാര്യങ്ങൾ സംസാരിച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് 3ാമത്തെ തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കി വന്നതുകൊണ്ടൊന്നും പേടിക്കാനില്ല സാർ. ജലപീരങ്കി പ്രയോഗിക്കാം, ടിയർ ഗ്യാസ് പ്രയോഗിക്കാം, സ്മോക്ക് ബോംബ് പ്രയോഗിക്കാം, വെടിവെക്കാം. അതൊന്നും പേടിക്കുന്നവരല്ല സാർ ഞങ്ങള്. പക്ഷേ ഈ വിധത്തിൽ ഒരു കലക്കുവെള്ളം അടിക്കുമ്പോ പെൺകുട്ടികൾ ഉൾപ്പെടെ അവിടെ നിന്നവരുടെ ചുരിദാർ ഉൾപ്പെടെ കളർ മാറി അവരുടെ മുഖത്തും വായിലും ഈ വെള്ളമാണ് പോയത് സാർ. എന്ത് പ്രതിരോധ പ്രവർത്തനമാണ് നേരിട്ട് നേരിട്ടോട്ടെ, ഒരു പ്രയാസവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അതൊക്കെ കണ്ടും കേട്ടാണ് സാർ ഞങ്ങൾ വന്നത്. ദയവായി അങ്ങ് റെസ്യൂം ചെയ്യൂ. അവിടെ ഇരുപക്ഷത്തുള്ള ആളുകൾ അവിടെ ഇരിക്ക്. നിങ്ങൾ പറയുന്നത് പോലെ ഇതിനൊക്കെ ഞാനും വിധേയനായിട്ടുള്ള ആളാണ്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ച ഒരു ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഫർദർ സ്റ്റെപ്പ് എടുക്കും എന്ന് ഹൗസിൽ തന്നെ അഷ്വറൻസ് വന്നിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള റിസൾട്ട് വരട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം.